എറണാകുളം എളമക്കരയിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായി മരിച്ച സംഭവത്തിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. പീഡന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നു എന്നതിലും വ്യക്തത തേടും. കഴിഞ്ഞ ദിവസമാണ് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കിയത്. പെൺകുട്ടി 1 വർഷത്തോളം ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും കണ്ടെത്തിയിരുന്നു. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഭവമാണ്. 6 വയസ്സുകാരി 1 വർഷത്തോളം പീഡനത്തിനിരയായതിനു ശേഷം കൊല്ലപ്പെടുന്നു. ഈ ആരുടെയൊക്കെ മൊഴികളെടുക്കാൻ ഇപ്പോൾ പോലീസിന്റെ നീക്കം? ഇതുവരെയുള്ള ഈ വിഷയത്തിലെ അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? സൈഫുദ്ദീൻ, തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വന്നത്. അതായത് തുടക്കത്തിൽ പിതാവ് മകളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കി എന്നതായിരുന്നു വാർത്ത. പക്ഷേ ഈ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ കണ്ടതിനെ തുടർന്നാണ് ഡോക്ടർമാർക്ക് സംശയം വരികയും പിന്നീട് വിശദമായ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കാൻ പോയത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കഴിഞ്ഞ 1 വർഷം, അതിന്റെ ഫലം വരുമ്പോൾ കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഈ 6 വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രം ഈ പെൺകുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് പോലീസ് ഈ കേസിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്തായാലും ഇതിൽ തുടക്കത്തിൽ തന്നെ അമ്മയുടെ മൊഴിയെടുത്തപ്പോൾ പീഡനത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു എന്നാണ് പോലീസിന് അമ്മ മൊഴി നൽകിയിരുന്നത്. പക്ഷേ അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പീഡനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടിക്ക് ഉപദ്രവമേറ്റതിനെക്കുറിച്ചോ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഒപ്പം തന്നെ ഈ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ സഹപാഠികളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായതായോ അന്വേഷിച്ച് കണ്ടെത്തിയതായി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ DNA പരിശോധനാ ഫലം നിർണായകമാകുമെന്നാണ് നിലവിൽ പോലീസ് കരുതുന്നത്. DNAയുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം വരുമ്പോഴേക്കും ഇതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ഈ വീട്ടിൽ പ്രത്യേകിച്ച് പിതാവും മകളും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അമ്മ മറ്റൊരു സ്ഥലത്തായിരുന്നു. ആരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്? പിതാവ് എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ? ഇതിൽ നിലവിൽ അങ്ങനെ ഒരു സൂചനയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അന്വേഷണ പരിധിയിൽ എല്ലാവരും ഉണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ കമ്മീഷണർ പറഞ്ഞത്. അന്വേഷണ പരിധിയിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിതാവടക്കമുള്ള എല്ലാവരും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഇതിൽ ഒരു സൂചന പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. തുടക്കത്തിൽ പോലീസ് ചില പ്രാഥമിക നിഗമനങ്ങളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ചില ദുരൂഹതകൾ അവിടെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ പിതാവുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ സുഹൃത്തുക്കളെയൊക്കെ അടക്കം പോലീസിന്റെ അന്വേഷണ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ പിതാവ് നിരന്തരം മദ്യപാനിയായിരുന്നു. വീട്ടിലെത്തി സുഹൃത്തുക്കളുമൊത്ത് മദ്യപിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഭാര്യയുമായി വഴക്കുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അങ്ങനെയുള്ള അന്വേഷണം ആ രീതിയിലേക്കും കൂടി അന്വേഷണം പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടിൽ മറ്റാരെങ്കിലും, പ്രത്യേകിച്ച് പിതാവ് മകളെ ഒറ്റയ്ക്കാക്കി പുറത്തു പോയിരുന്ന സമയത്ത് ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഒക്കെ വന്നിരുന്നോ എന്ന കാര്യങ്ങളുമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ DNA പരിശോധന ഫലം വരാനും ഒപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും അധ്യാപകരുടെയും സഹപാഠികളുടെയും അമ്മയുടെയും ഒക്കെ മൊഴിയുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.